ഹലോ ഫ്രണ്ട്സ്, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള ചാക്കുകൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഒപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാക്കിൻ്റെ ഈ ഒരു ഡിസൈൻസ് ഉള്ള ഭാഗങ്ങൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡർ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഡിസൈൻസാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്ക്വയറായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നന്നായിട്ട് നമ്മുടെ നെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പീസാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു ചാക്കിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് 2 A4 ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം അത്യാവശ്യം വലുതും ഒരെണ്ണം ചെറുതും കേട്ടോ. അപ്പോൾ റമദാൻ ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂണിനെയും സ്റ്റാറിനെയാണ് ഇതിലേക്ക് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാർസ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രൈറ്റ് ലൈൻസ് വരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഒട്ടും വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർ പേപ്പർ കോപ്പി എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ കയറി വിസിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ 3 സ്റ്റാർ ഞാൻ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ചാക്കിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ചാക്കിൻ്റെ ചീത്ത വശം ഇതുപോലെ മറിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ 3നെയും സ്റ്റാറിനെയും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ചാക്കായതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് 2 സ്റ്റാർസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റാർ വീണ്ടും ആ ഒരു ചാക്കിൻ്റെ പീസിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലാണ് ഈ ഒരു സ്റ്റാറിൻ്റെ 2 ഭാഗത്തും ഈ ഒരു ഡിസൈൻസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ 3ഉം കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ 3 കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ചാക്കിൻ്റെ ചീത്ത ഭാഗത്തേക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 ഭാഗത്തും ഈ ഒരു ഡിസൈൻസ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റാറും 3ഉം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ടേബിൾ ഡെക്കോർ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു അധികം വണ്ണമില്ലാത്ത ഒരു ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിന് എന്തോരം ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യമാണിത് റോൾ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ 3 സ്റ്റാറും ഒരുപാട് വലിപ്പം ഉള്ളതല്ല, നമുക്ക് ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റാർ 3ആണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 3ന് എന്തോരം ഹൈറ്റ് വേണം എന്നൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡിലേക്ക് നമ്മുടെ 3 സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു 3 2ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫെവി ബോണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു കമ്പി വരുന്ന ഭാഗത്ത് മാത്രം നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ മാത്രം അപ്ലൈ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കില്ല, കാരണം ഈ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാറും ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു
ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്തേക്കുന്ന സ്റ്റാർ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോട്ടിലിൽ ഈ ഒരു കമ്പി 3 പ്രാവശ്യം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം ഹൈറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മൂണിൻ്റെ പകുതി ഹൈറ്റിൽ വേണം ഈ ഒരു സ്റ്റാർ നിൽക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നോക്കുക. അതിന് ശേഷം ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റാർ സ്റ്റിക്ക് ചെയ്യുക. ആ ഒരു കമ്പി വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് ഗ്ലൂഗൺ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റമദാൻ ഈദ് സ്പെഷ്യൽ ടേബിൾ ഡെക്കോറിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചാക്കായിക്കോട്ടെ, നല്ല ഭംഗിയുള്ള കവറായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ഒരു വർക്കിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു 3D ക്രാഫ്റ്റാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റിലേക്ക് നമുക്കൊന്ന് പോയാലോ. അപ്പോൾ രണ്ടാമത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അടപ്പ് വേണം കേട്ടോ. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മൂണിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മൂണിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ലൈനും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ ലൈനിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക്, അതായത് വീണ്ടും ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ വേറൊരു ലൈനും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് വീഡിയോയിൽ നിന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു മൂണിൻ്റെ ഔട്ടർ ലൈൻ ഇതുപോലെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ആ ലൈനിലല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത്, കുറച്ച് മുകളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനുണ്ട്. എന്നാലാണ് 3D മൂൺ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ചാക്കായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, മടങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് ആ ഒരു രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ മൂൺ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ സ്റ്റാറാണ്. അപ്പോൾ ഇതും ഒരു 3D ലുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാർ ചെയ്യാനായിട്ടൊരു സ്ക്വയർ ഷേപ്പാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ളൊരു സ്ക്വയറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ആ ഒരു സ്ക്വയർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അത് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഫോൾഡിങ്സ് നമുക്ക് നന്നായിട്ട് കാണണം. ഇനി റൈറ്റ് സൈഡിലെ ടോപ്പ് കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് താഴത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി റൈറ്റ് സൈഡിലെ ബോട്ടം സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ആ ഒരു ഭാഗത്ത് ഒരു ഡോട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, വീണ്ടും അത് മുകളിലേക്കും ഫോൾഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡോട്ട് കിട്ടും. അത് നമുക്ക് പെൻ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഡോട്ടിലേക്ക് ലെഫ്റ്റ് സൈഡിലെ ബോട്ടം പാർട്ടിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഈ ഒരു പോർഷൻ തിരിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു റൈറ്റ് സൈഡിലെ ബോട്ടം പാർട്ട് സെൻറ്ററിലേക്ക് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അത് ഫോൾഡ് ചെയ്തതായിരുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ വച്ചിട്ട് ബാക്കിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, കോർണർ പോർഷൻസൊക്കെ നല്ല രീതിയിൽ നല്ല ഷേപ്പാക്കി തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നാലാണ് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു
സ്ക്വയർ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നും കുറച്ച് താഴേക്ക് ചെരിച്ച് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ 3D സ്റ്റാർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ ഫോൾഡിങ് വരുന്ന ഭാഗത്തും ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഓരോ പ്ലീറ്റ്സും ഇതുപോലെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പ്രസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി സെൻറ്ററിലേക്ക് ഇതുപോലെ നമ്മുടെ നെയിൽസ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല 3D ലുക്കിലുള്ളൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3D മൂണും 3D സ്റ്റാറും അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്കിത് വോളിലേക്ക് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കട്ടിയുള്ള പേപ്പറിലേക്ക് നമ്മുടെ മൂണും അതുപോലെ തന്നെ സ്റ്റാറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാട്ടോ. ഇനി കറക്റ്റ് ഷേപ്പിൽ ഈ ഒരു മൂണും അതുപോലെ തന്നെ സ്റ്റാറും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവാനാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇത് വോളിലോ അല്ലെങ്കിൽ ഡോറിലൊക്കെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിൻ്റെ ആ ഒരു കബോർഡിലാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചാക്ക് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. Bye. Thank you for watching.